പറമ്പിക്കാട്ടിൽ കൃഷ്ണ മാഷ് വീട്ടിലെ 2 വികൃതി കുട്ടന്മാരുണ്ട്. മാഷ് ആ വികൃതി കുട്ടന്മാരെ അടുത്ത് ചെന്നിട്ട് അവർക്ക് തീറ്റിട്ട് കൊടുത്ത് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ കളിയും ചിരിയും ചാട്ടം ഇതൊക്കെ കണ്ട് മാഷ് ആനന്ദിച്ച് സമയം കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ അധികം ഒരു സസ്പെൻസ് കൊടുക്കുന്നില്ല, നമ്മൾക്ക് ആ 2 കുട്ടന്മാരെ ഒന്ന് കാണാം. പക്ഷേ ഇത് നമ്മുടെ പെറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ബാർബറി ഇനത്തിൽപ്പെട്ട ആടാണ്. ബാർബറി ഉത്തർപ്രദേശ് ആ ഭാഗത്തു നിന്ന് വരുന്നതാണത്. ഇത് നല്ല ഭംഗിയുള്ള ആടുകളാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ള ബോഡിയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് കളർ ഉള്ളിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. കൊമ്പുകൾ നല്ല നീളത്തിൽ പോകും ആട്. പിന്നെ മുട്ടനാടിൻ്റെയൊക്കെ ആണെങ്കിൽ കൊമ്പുകൾ ഇങ്ങനെ പിരിഞ്ഞ് നല്ല ഭംഗിയുള്ള ആടുകളായിരിക്കും. ഇതൊരു മുട്ടനും പിടക്കുഞ്ഞിയാണ്. സാധാരണ ആടുകളേക്കാളും വില കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ഒരു 10,000 രൂപയിൽ കൂടുതൽ വിലയുണ്ട്. മുട്ടനായാലും പിടക്കുഞ്ഞുങ്ങളായാലും ഒരേ വില തന്നെ വരുന്നുണ്ട്. അപൂർവമുള്ളൂ, നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് കിട്ടാനില്ല അത്. ചെറിയ കുട്ടികളുള്ളതൊക്കെ ഇവന്മാരെ നല്ല അല്ലേ, കുട്ടികൾക്ക് ഒരു പിന്നാലെ കിടന്ന് നടക്കാം. ഈ പൂച്ചക്കുട്ടിയിലേക്ക് വളർത്തുന്നതിനും ഭേദം പട്ടിക്കുട്ടികളേക്ക് വളർത്തുന്നതിനും നല്ല ആട്ടിൻകുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ഇവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആട്ടുകുട്ടികളാണ്. പിന്നെ നല്ല രസമാണ് അവര്. പിന്നെ കൊമ്പുകളുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് മാൻ പോലെ ഇങ്ങനെ കൊമ്പുകൾ ഇങ്ങനെ പിരിഞ്ഞു പോകും. കൊമ്പിന്റെ പ്രത്യേകത ഉണ്ട്. 1 വയസ്സായ ആടാണ്, തള്ളയാടിന് 1 വയസ്സിൽ ആദ്യത്തെ പ്രസവമാണത്. 2 കുഞ്ഞ്. ഇതിന്റെ പാല് കറന്നെടുക്കാൻ ഉണ്ടാകും, പക്ഷെ നമ്മൾ കറന്നു കഴിഞ്ഞാൽ കുട്ടികൾ ക്ഷീണിക്കും. കറക്കാറില്ല. കാരണം ഇതിന് ചിലപ്പോൾ 3 കുഞ്ഞ് വരെയൊക്കെ ഉണ്ടാകും. ഇതിന്റെ തള്ളയാടിന് 3 കുഞ്ഞൊക്കെ ഇവിടെ പ്രസവിച്ചിട്ടുണ്ട്. തള്ളേനെ കൊടുത്തു. പിന്നീട് കുറച്ച് തിരക്കുകൾ വന്നപ്പോൾ പിന്നെ ആടുകളുടെ എണ്ണം ഒന്ന് കുറച്ചതാണ്. ശരീരത്തിലെ പുള്ളി, പിന്നെ അതിന്റെ ചെവിയുടെ പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഒരു പൈപ്പ് പോലുള്ള ചെവിയായിരിക്കും. ആളുകൾ എപ്പോഴും ആവശ്യപ്പെടുന്ന മോഹവലിക്ക് ചോദിക്കുന്ന ഇനമാണത്. പിന്നെ അപ്പുറത്തെ കൂട്ടിൽ കിടക്കണ്ടല്ലോ ഒരാള്, സാധാരണ നമ്മൾ മലബാറിയാണോ? അത് ഞാൻ എന്താ വെച്ചാൽ ഇതിന് ബാർബറിയുടെ ഒരു മുട്ടനാട് ഉണ്ടായിരുന്നു. അതിനെ ഇത് പ്രസവിക്കുന്നതിന് മുന്നേ അതിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായി, ഭക്ഷണം കഴിക്കാണ്ടായി. അങ്ങനെ അപ്പോൾ ഞാനൊരു കൂട്ടിന് ഒരാടിനെ കൂടി മേടിച്ചിട്ടതാണ്. അതിന് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കില്ല, കാരണം വെച്ചാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ ഞാൻ ഇതേ ഇനം തന്നെ മുട്ടനെ വേറെ കൊണ്ടുവരും. അതെവിടെ പറഞ്ഞേ? മുട്ടനെ നമ്മുടെ സുഹൃത്തുക്കളും ധാരാളം. ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു മുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കണ്ണൂരിൽ നിന്ന് മുട്ടനെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ആവശ്യക്കാരൻ വരുമ്പോൾ അവർക്ക് കൊടുക്കും. ഒരു മുട്ടന് 20,000 രൂപയൊക്കെ വിലയുണ്ട്. നമ്മളവിടെ പോകുന്നതല്ല, പെറ്റ്സിനെ കൊണ്ടുവരുന്ന വണ്ടികളുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികളിൽ അവരിവിടെ എത്തിച്ചു തരും. 1,000 രൂപ ചാർജ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ആടുകളെ കൊല്ലം അതുപോലെ കണ്ണൂർ വരെയൊക്കെ ഇവിടുന്ന് ആടുകൾ പോയിട്ടുണ്ട്. കൊല്ലത്തൊരു ഉണ്ണികൃഷ്ണൻ എന്നുണ്ട്, ഒരു ഗൈനക്കോളജിസ്റ്റൊക്കെ ഈ ആടുകളെ വളർത്തുന്നുണ്ട്. അതുപോലെ കണ്ണൂർ റഷീദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളുടെ നിന്നാണ് ഞാൻ ആടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് തന്നെ. അത് ആളുകൾക്ക് വളർത്താൻ പറ്റിയ ഇതിന് അസുഖങ്ങളൊന്നും വരില്ല ഈ ആടിന്. അങ്ങനെ ഒരു പ്രത്യേകത. ഇവർക്ക് ഭക്ഷണം നമ്മുടെ സാധാരണ ഭക്ഷണം നമ്മൾ ഈ പശുവിന് കൊടുക്കുന്ന തവിട് ഉണ്ടല്ലോ, അതായത് സോയ തവിടോ അല്ലെങ്കിൽ ചോളത്തവിടോ ഫൈബറോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം, പിന്നെ പ്ലാവിൻ്റെ ഇലയാണ് ഇവരുടെ തീറ്റ. വേറെ ഫുഡൊന്നും ആവശ്യം വരുന്നില്ല. ഇത്തിരി കുറുമ്പുള്ള കൂട്ടത്തിലാണോ? ഇല്ല, അത് ഒരു കളിയാണത്. സമയമില്ല നമുക്ക്. നല്ല നേരം പോക്ക്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ നല്ല രസമുള്ളത്. ഈ കൂട് തന്നെ നമ്മൾ ഉണ്ടാക്കിയത് അതിനു വേണ്ടി പ്രത്യേകം. നല്ല ഉറപ്പുള്ള കൂടാണ്. ഇത് പഴയ വീടിൻ്റെ മരങ്ങളാണ്. ഈ കൂടിന് ഒരു 15,000 രൂപ ചിലവുണ്ട്. നമുക്കൊരു 10 കൊല്ലം വരെ കേടൊന്നുമില്ല. കാരണം നല്ല മരം. ഒരു പഴയ വീട് പൊളിച്ചപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്.
കിട്ടും.